ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഒരു ചില്ലി പൊട്ടറ്റോ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് 2 ഉരുളക്കിഴങ്ങ് ഇവിടെ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബോയിൽ ചെയ്യാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഇതിൽ 2 മിനിറ്റോളം നമുക്കിന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഇത് ഒരുപാട് വെന്ത് പോകരുത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മസാലയ്ക്കകത്തിലിട്ടൊന്ന് മിക്സ് ചെയ്തൊക്കെ എടുക്കേണ്ടത്. അതുകൊണ്ട് ഒരുപാട് ഫ്രൈ ചെയ്ത് പോയാൽ പൊടിഞ്ഞു പോകും. ഇനി നമ്മൾ അത് തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 സ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടായ എണ്ണയിലേക്ക് നമുക്കിതിൽ കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അത് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇത് നമുക്ക് കോരി പാത്രത്തിലേക്ക് മാറ്റാം. അതിന് ശേഷം ബാക്കിയിരിക്കുന്നതും ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ബാക്കി ഇരുന്നത് നമ്മളിതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പാർട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കത്തിന് നമ്മൾ റെഡും ഗ്രീനുമാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ നീളത്തിൽ കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഒരുപാട് വെന്ത് പോകരുത്. അതുകൊണ്ട് നമുക്കിതൊന്ന് ഹാഫ് കുക്കാക്കി എടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1 സ്പൂൺ വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ കോൺഫ്ലവർ നമ്മൾ കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്ത് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നമ്മൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം അത് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സ്പ്രിംഗ് ഒനിയൻ്റെ ഇലയാണ്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇന്ന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ വളരെ വേഗത്തിൽ തന്നെ ഇവിടെ ചില്ലി പൊട്ടറ്റോ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അതിലേക്കും ബൈ.